പക്വത ഉണ്ടാവും. ആൺകുട്ടികൾക്ക് ഇത്ര ഏജ് കൂടുതലുള്ളതാണ് നല്ലത്. ഒരു 10 വയസ്സിൻ്റെ ഒക്കെ വ്യത്യാസം. പണ്ടുള്ള എൻ്റെ അമ്മയും അച്ഛനൊക്കെ തമ്മിൽ ഇവിടുത്തെ അമ്മയും അച്ഛനും തമ്മിൽ 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പണ്ടൊക്കെ അങ്ങനെ. പക്ഷെ ഇപ്പൊ പെൺകുട്ടികൾ അതിന് തയ്യാറാവില്ല. ഇത് എൻ്റെ മോളെ കണ്ടിട്ടില്ലേ? പാട്ടുപാട് കണ്ടിട്ടില്ലേ? 41 20. അതെ മോനെ, അതെ. അവൾക്ക് 24 വയസ്സേ ഉള്ളൂ. പക്ഷെ ആള് നല്ല സൈസാണ്. കണ്ടുന്ന ഏജൊക്കെ തോന്നും. അവൻ പക്ഷെ കൊച്ചു പയ്യനാണ്. അവനെ കണ്ട പ്രായം തോന്നത്തില്ല. അതാണ്. അയ്യെന്നൊന്നും പറഞ്ഞണ്ട, കാര്യമൊന്നുമില്ല. അതെ, പെൺകുട്ടികൾക്ക് ഇപ്പൊ അതിനോട് താല്പര്യമില്ല. ഒരേ പ്രായത്തിലുള്ള കുട്ടികളെ എടാ വാടാ പോടാന്ന് വിളിക്കുന്നതിലാണ് കാര്യം. അതെ. അപ്പൊ ഇവിടെ കൊച്ചിന്, അവൾക്ക് ഡിസംബർ വരുമ്പോ 24 വയസ്സാവും. അവൾ ഈ പറഞ്ഞ കണക്ക് ഒരു മാരേജിനോടൊരു താല്പര്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവൾ പല പ്രാവശ്യം സംസാരിച്ചപ്പോഴും എന്തിനാണ് മാരേജ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ആരും ഒന്നിനും നിർബന്ധിക്കത്തില്ല. ഓരോരുത്തർക്ക് ലൈഫിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്നൊരു തീരുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ചെയ്യട്ടെ. ചിലപ്പോൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നവരായിരിക്കും ചെന്നപ്പോൾ എന്തിനെങ്കിലുമൊക്കെ ചെന്ന് പെട്ടുപോകണം. ആരെങ്കിലും വന്ന് ഒരു ഇഷ്ടമാണെന്ന് പറയുവാണെങ്കിൽ ചിലപ്പോൾ അവർ പെട്ടുപോയെന്നിരിക്കും. പറയാൻ പറ്റത്തില്ല. അപ്പം മനുഷ്യൻ്റെ ഒരു മനസ്സല്ലേ, ഒരു നിമിഷം മതി മനസ്സ് മാറാൻ. എന്താണേലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നതാണ് എന്നിരിക്കുന്നത്. അല്ല ഏജ് അല്ലേ രജുക്കുട്ടി? ഹായ്, ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ചായ തന്നു റജു. വിഷ്ണു നമ്മുടെ റജുവിനെ സപ്പോർട്ട് ചെയ്തായിരുന്നാ? ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ ചേച്ചി. ഞാൻ കേട്ടു, രജുവിനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞല്ലോ. ഞാൻ പറയണൊന്നും കേൾക്കണില്ല. 1 to 2 years ഡിഫറൻസ് ആണ് ഞാൻ നോക്കുന്നത്. അതെന്നാ ഡിഫറൻസ് ആണ്? അതാണോ ഇഷ്ടം? ലൈക്ക് തന്നു ചേച്ചി. 5ാമത്തെ ലൈക്ക് എൻ്റെതാണ്. ഓക്കെ, ഇപ്പൊ വന്നില്ല. ഇപ്പോഴാണ് വന്നത്. ആദ്യം കണ്ടില്ല, 4 വന്നുള്ളായിരുന്നു. ഇത്തിരി താമസിച്ചാ വരുന്നതിനകത്തോട്ട്. പട്ട് കിട്ടുന്നില്ല അല്ലേ? 28 റേഞ്ച് അല്ലേ നമുക്ക് നാട്ടില്? വിഷ്ണു തിരുവനന്തപുരം എന്നല്ലേ പറഞ്ഞത്? ഇവിടങ്ങളില് 28 വയസ്സുള്ള പിള്ളേരൊക്കെ അങ്ങനെ പെൺകുട്ടികൾ നിപ്പില്ല. അത്ര ഏജിൽ പെൺകുട്ടികൾ നിപ്പില്ല. പിന്നെ അത്ര ഡീസന്റ് പിള്ളേരായിരിക്കും. ദേ വന്ന് വിഷ്ണുക്കുട്ട. അതെ, നീ പറഞ്ഞ ആളെത്തി കേട്ടോ. പ്രിൻസ് മോൻ വന്നു. അപ്പം ഡബിൾ ലൈക്ക് ഇട്ടേരി. പ്രിൻസ് കൂട്ടം എത്തി മോനെ. ഞാൻ താമസിച്ചാടാ വന്നത്. നാം തിരുവനന്തപുരം. തിരുവനന്തപുരമാണ്. വിഷ്ണു തിരുവനന്തപുരം. രജുകല ചെയ്തിട്ടുണ്ടേ. രജു ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ, സബ് ചെയ്തിട്ടുണ്ടെന്ന്. പ്രിൻസ് കൂട്ടാ, നീ മറ്റേ ഐഡിയിൽ വാ. അതിലും വാ, 2ലും വാ. വിഷ്ണു ചോദിക്കുമായിരുന്നു പ്രിൻസ് എന്തേന്ന് ചോദിക്കുമായിരുന്നു. പ്രിൻസ് കൂട്ടാ, നീ ലൈവ് പോണം കേട്ടോ, എന്നാലേ നിനക്ക് വാച്ചോറ് കൂടത്തുള്ളൂ. നീ ഏതെങ്കിലും പിക്ക് ഇട്ടിട്ട് ചെയ്താൽ മതി. നിനക്ക് ഇനിയിപ്പം മുഖം കാണിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ. നിനക്ക് എന്താ മുഖം കാണിച്ചാലേ എൻ്റെ കാര്യം? ഞങ്ങളെല്ലാവരും വരില്ലേ? ഇതേ വിഷ്ണു വരും, ഷാമിൽ വരും, എല്ലാവരും വരും. നമ്മുടെ യൂട്യൂബേഴ്സ്. ഒരു മടിയൻ കൊച്ചു. ആരാ വിളിച്ചേ? ഞാൻ ഇന്ന് സാരിയൊക്കെ കൊടുത്തിരിക്കും കേട്ടോ. എന്തിനാണെന്നറിയാമോ? ഇപ്പുറത്തോട്ട് മാറിയിരിക്കട്ടെ, വെട്ടമൊക്കെ വന്നിട്ടുണ്ട്. എന്നെ കാണാമല്ലോ അല്ലേ?